ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിത് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാഹനം ഏറ്റവും പുതിയ കിയ സിറോസ് ആണ്. സിറോസ് നിങ്ങൾ ധാരാളം വേരിയൻസ് ഇപ്പോൾ കണ്ടു കാണും. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ ആയിരിക്കും. ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്കും പെട്രോൾ ഓട്ടോമാറ്റിക്കും ഒക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വേരിയൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഹോൾ സെല്ലിംഗ് ആയിട്ട് സെയിൽസ് പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു വേരിയൻറ്റ്. കാരണം ബേസ് മോഡൽ ഡീസൽ ഓപ്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് XTK ഓപ്ഷണൽ എന്ന വേരിയൻറ്റ്. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കമ്പനി നൽകിയിട്ടുണ്ട്. ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് അക്ഷരം തെറ്റാൻ വിളിക്കാൻ പറ്റിയ ഒരു മോഡലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു വേരിയൻ്റ് ആണ്. എന്തുകൊണ്ട് നിങ്ങളൊരു കിയ സിറോസ് എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണറ്റിക്ക് മേലെ സെൽട്ടോസിക്ക് കീഴെ എന്നാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക്, ഒരു ഇലക്ട്രിക് കാർ കാണുന്ന അതേ ഒരു രൂപഭാവമൊക്കെ ഉള്ളൊരു വാഹനം. എന്നാൽ പെട്രോൾ ഡീസൽ എഞ്ചിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല കിടില സസ്പെൻഷനാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. നിങ്ങൾ കോമ്പാക്ട് എസ് പലരും ശ്രദ്ധിച്ചാണ്, നിങ്ങൾ എല്ലാ വാഹനങ്ങളും പല ബ്രാൻഡ്സും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ ഒരു കോമ്പാക്ട് എസ് സെഗ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നിങ്ങളൊന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്, നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്കാണ്. പിന്നെ ഈ പറഞ്ഞ എഞ്ചിൻ ഓപ്ഷൻ, ഈ ഒരു ഡീസൽ എഞ്ചിൻ നിങ്ങൾ സെൽട്ടോസിലും സോണറ്റിലും ഒക്കെ കാണുന്ന ആ ഒരു 1.5 ലിറ്റർ CRDA എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്യൂൽ എഫിഷ്യൻസി, നല്ല റിഫൈൻമെൻറ്റ്, നല്ല പെർഫോമൻസ്. അപ്പം പെർഫോമൻസ് കഴിഞ്ഞ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അത് ഈ XTK ഓപ്ഷനിൽ എന്ന വേരിയൻറ്റ് ബേസ് മോഡൽ ഡീസൽ ഓപ്ഷൻ ഏകദേശം 13,25,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതെന്തുകൊണ്ടും വെർത്താണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിയ സിറോസ് കൂടി കൺസിഡർ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡിസൈൻ വൈസ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വാഹനത്തിലും കാണാത്ത തരം പല ഡിസൈൻ രീതികളാണ് വാഹനം യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫുൾ ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള കുറച്ച് സംഭവങ്ങളും DRലും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ ഹാലോജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. തൊട്ട് താഴെ സ്കിപ്പ് ലൈറ്റ് പോലത്തെ പോർഷനൊക്കെ കാണാം. എയർ ഡാം യൂണിറ്റ്, മൊത്തത്തിൽ ഗില്ലെന്ന് പറയാനൊരു യൂണിറ്റ് ഇല്ല, ഇവിടെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. കിയുടെ ഒരു ബാഡ്ജിയും കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ കളറും കൊള്ളാൻ നല്ല രസമുള്ളൊരു കളറാണ്, അതും പറയാതിരിക്കാതെ. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അറിയാം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുക. കാരണം ഈ വാഹനം ആദ്യം ഫസ്റ്റ് ബുക്കിങ്ങിലൊക്കെ എടുക്കുന്നവരെ സംബന്ധിച്ച് ഇത് ആദ്യം കൊണ്ടു നടക്കുമ്പോൾ ഒരു കൗതുക വസ്തു വരും. കാരണം മറ്റൊരു കോമ്പാക്ട് എസ്യുമായിട്ട് ഒരു സാമ്യമില്ലാത്ത രീതിയിലുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ കൊണ്ടു നടക്കുമ്പോൾ ഒരു യുണീക്ക് വാഹനം ഓൺ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഫസ്റ്റ് ബുക്കിങ്ങിൽ എടുക്കുന്നവരെ സംബന്ധിച്ച്. ഇപ്പോൾ കിയുടെ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു ഹോൾസെല്ലിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടു വരുമ്പം ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ നമ്മൾ നോക്കാൻ നേരത്ത് ഇതുപോലുള്ള ഡിസൈനുള്ള കോമ്പാക്ട് എസ്യു അല്ലെങ്കിൽ ഒരു മൈക്രോ SUV ഡിസൈൻസ് ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ നമ്മൾ കാണാൻ ചാൻസ് ഉള്ളത്. കമ്പനി കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് മാക്സിമം ഇൻറ്റീരിയറിലാണ്. കാരണം ഇൻറ്റീരിയർ അത്രയും സ്പേഷ്യസ് ആക്കാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലിപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽ, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഉള്ള വാഹനങ്ങളിലൊക്കെ പൊതുവേ കാണാറുള്ള സംഭവമാണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ, അതും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ആ ക്വാർട്ടർ ഗ്ലാസ് വരെ വിശാലമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റിയർ ഗ്ലാസ് ആണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മികച്ച വിസിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ്. തീരെ താന്ന വിൻഡോ ലൈനാണ്, അതുമൊക്കെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ കാണാം. പിന്നെ കിഡില സസ്പെൻഷനാണ്, ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇത്രയും ഒരു മൈക്രോ SUV നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? സീറ്റ് ഹൈറ്റ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്യാവശ്യം ടയർ പ്രൊഫൈൽ, ഇൻറ്റീരിയർ സ്പേസ്, അങ്ങനെ നമുക്ക് നോക്കാൻ നേരത്തെ എല്ലാ കാര്യങ്ങളും സൈഡ് പ്രൊഫൈലിലും കമ്പനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഈ XTK ഓപ്ഷൻ ഡീസൽ വേരിയൻറ്റിൽ നമുക്ക് അലോയ് വീലും അവൈലബിൾ ആണ്. അതൊരു ഡ്യുവൽ ടോൺ അലോയ് വീലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതും ഭംഗിയായിട്ടുണ്ട്. ഇത് നമുക്ക് റിയർ ഡിസൈൻ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ബൂട്ടിൽ കയറി ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാലേ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഓഫർ ചെയ്യുന്നൊരു വാഹനം സിറോസ് ആണ്. അങ്ങനെ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് ധാരാളം ഓഫർ ചെയ്യുന്നൊരു വാഹനം കൂടിയാണ് ഏറ്റവും പുതിയ കിയ സിറോസ്. ഇനിയിപ്പോൾ റിയർ ഡിസൈനും കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചേക്കാം. എന്താ ആ ഒരു ടെയിൽ ലാമ്പൊക്കെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഞാൻ മറ്റൊരു വാഹനത്തിലും കണ്ടിട്ടില്ല ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ടോൾ ബോയ് ഡിസൈനാണ്. സൈഡും ബാക്കൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എല്ലാവർക്കും ഡൈജസ്റ്റ് ആണോന്നില്ല. പക്ഷേ കണ്ടു വരുമ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതുപോലുള്ള കാറുകളൊക്കെ ഇഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫ്യൂച്ചറിന് ഒരുപടി മുമ്പേ കിയ സഞ്ചരിച്ചിരിക്കുകയാണ്. കാരണം കിയ ഏറ്റവും പുതിയ വാഹനങ്ങൾ അവരുടെ ഇനി വരാൻ പോകുന്നതായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള സൈറോസ് പോലുള്ള വാഹനങ്ങളായാലും എല്ലാം അങ്ങേയറ്റം ഫ്യൂച്ചറിസ്റ്റിക്കാണ്. വളരെ ഒരു കൗതുകം തീർച്ചയായിട്ടും നമുക്ക് തോന്നും. റോഡിൽ കൂടി വരുമ്പോഴാണെങ്കിലും എവിടെ കൊണ്ടുപോയാലും ഒരു റോഡ് പ്രസൻസ് തീർച്ചയായിട്ടും വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു പൊസിഷനായാലും ആ ഒരു കോർണറിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതും കൊള്ളാം. റിയർ ബമ്പറും ആ സ്കിപ്പ് ലൈറ്റും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനം അല്ലാത്തതുകൊണ്ട് തന്നെ റിയർ വൈപ്പർ ഇല്ല, എങ്കിലും ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ഷാർഫിൻ ആൻറ്റിന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിറോസ് എന്നുള്ള ബാഡ്ജിങ് കൊടുക്കുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഇവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇൻറ്റീരിയർ. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സിറോസിൻ്റെ ഇൻറ്റീരിയർ എന്നായിരുന്നു സത്യം പറഞ്ഞാൽ തുടങ്ങേണ്ടത്. കാരണം സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് ഏറ്റവും പുതിയ കിയ സിറോസ് ഇറങ്ങിയത്. പല കോമ്പാക്ട് SUVയുടെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഗാംഭീര്യമൊന്നും അകത്ത് കാണത്തില്ല. കാരണം കയറി ഇരുന്ന് കഴിയുമ്പോൾ കോ ഡ്രൈവറും തമ്മിൽ ഒട്ടും പറയുന്നത് വിഡ്ത്ത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ കമ്പനി അവകാശപ്പെടുന്ന സെൽട്ടോസിനെക്കാട്ടിലും വിഡ്ത്ത് ഇതിന് ഇൻറ്റീരിയർ സ്പേസിലുണ്ട്. അതെനിക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കോ ഡ്രൈവറും തമ്മിൽ ഇരുന്ന്
ഓടിക്കുമ്പോൾ തന്നെ അത്രയും സ്പേഷ്യസ് ആയിട്ട് അത്രയും ഏറിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ഗ്ലാസ് ഏരിയ നോക്കുവാണെങ്കിൽ തീരെ താന്ന വിൻഡോ ലൈനും ആ ഒരു കോട്ട് ഗ്ലാസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതും ആ ഒരു ഫ്രണ്ട് വിൻഷീൽഡ് ആണെങ്കിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതും ആ ഒരു ബോണറ്റ് ഏരിയയും ഒക്കെ കൂടി ഭയങ്കര വിസിബിലിറ്റിയാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലേഡീസിന് സുഖമായിട്ട് സിറ്റിയിലൂടെ ചെത്തി നടക്കാൻ പറ്റിയൊരു മോഡൽ കൂടിയാണ് ഏറ്റവും പുതിയ കിയ സിറോസ്. വളരെ സ്റ്റൈലിഷ് ആണ്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്. ഞാൻ പറഞ്ഞ പോലെ എവിടെ തിന്നാലും റോഡ് പ്രസൻസ് ആ ഒരു എട്ടേണറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ബേസ് മോഡലാണ്, നിങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം ഈ വേരിയന്റിൽ തന്നെ അതെ സൺറൂഫ് സിംഗിൾ പെൻ ആണെങ്കിൽ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ പനോരമിക്കും കാര്യങ്ങളൊക്കെ ആവും, അത് കാര്യം വേറെ. എങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അങ്ങനെ നിരവധി ഫീച്ചേഴ്സ്. അത് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ക്യാമറയാണ്. വളരെ വൈഡ് ആയിട്ടുള്ളൊരു ക്യാമറ, അതും കിറ്റിലോ ആയിട്ടുണ്ട്. ഇത്രയും വലിയ സ്ക്രീനാണ്. നമ്മുടെ മീറ്റർ കൺസോളും കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. സ്റ്റിയറിംഗും കിയ വാഹനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. കിയ എന്നുള്ള ബ്രാൻഡിങ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വോളിയം കൺട്രോളും ഒക്കെ ആണെങ്കിൽ വളരെ പ്രീമിയം ടച്ച് ആയിട്ടുള്ള സ്വിച്ച് കൺട്രോൾസ് ഒക്കെയാണ്. എ സിയുടെ കൺട്രോൾസ് ആണെങ്കിലും ഒക്കെ വളരെ യുണീക്ക് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് ടച്ച് ഉപയോഗിക്കാൻ പാടുള്ളവർക്ക് പെട്ടെന്ന് ഫിസിക്കലാണ് എളുപ്പമെങ്കിൽ ഒരു ഫിസിക്കൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കൺട്രോൾസും നമുക്ക് ഇവിടെ കാണാം. അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. എ സി വിൻ്റെ ഡിസൈൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണെങ്കിലും ആ ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും എല്ലാം അങ്ങേയറ്റം ഫ്യൂച്ചറിസ്റ്റിക്കാണ്. മറ്റൊരു കിയ വാഹനമായിട്ടും ബന്ധമില്ല, മറ്റൊരു മാനുഫാക്ചേഴ്സിൻ്റെ വാഹനമായിട്ടും ബന്ധമില്ലാത്ത രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. അപ്പോൾ ഫുൾ ഓപ്ഷനൊക്കെ റിവ്യൂ ചെയ്താൽ ഞാൻ കുറച്ചധികം വെള്ളം കുടിക്കുന്നതായിരിക്കും. എന്തായാലും ഇവിടെ അത്യാവശ്യം പ്ലെയിൻ ആയിട്ട് തന്നെ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. പാർക്കിംഗ് സെൻസർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും ഈ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബും രസകരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയർ സീറ്റിൽ പോയിട്ട് അവിടെ സ്പേസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ബേസ് മോഡൽ ഇൻറ്റീരിയർ തന്നെയാണോ എന്ന് ഞാൻ അതിശയപ്പെട്ട് പോകുന്നത്. കാരണം പല മാനുഫാക്ചേഴ്സും ഫുൾ ഓപ്ഷനിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സൊക്കെയാണ് ഇതിൻ്റെ ബേസ് മോഡലിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫാബ്രിക് സീറ്റാണെന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം എന്തേ റിയർ എ സി വെൻ്റ്, ചാർജിങ് പോർട്സ്, പിന്നെ ആ ഒരു ഗ്ലാസ് ഏരിയ ഞാൻ പറഞ്ഞില്ല വളരെ റൂമി ഫീലാണ്. ഇതിൻ്റെ റിയർ സീറ്റാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്, എങ്കിൽ കൂടി 2 ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്, നല്ല തൈ സപ്പോർട്ട്, നല്ല ലെഗ് സ്പേസ്. ഇനി ഒരു ഗ്ലാസ് ഏരിയ അതൊക്കെയാണ് ഒരു രക്ഷയില്ലാത്തത്. ഇവിടെ മാപ്പ് ലാമ്പും സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് ഹാൻഡിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഇൻറ്റീരിയറാണ്. 3 പേർക്ക് അത്യാവശ്യം സുഖമായിട്ടിരിക്കാവുന്ന ഒരു റിയർ സീറ്റും തന്നെ നമുക്ക് പറയേണ്ടി വരും. കോമ്പാക്ട് എസ് യു എസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് രാജകീയമായിട്ടുള്ളൊരു സെക്കൻഡ് റോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻറ്റീരിയറാണ് ഏറ്റവും പുതിയ കിയ സിറോസ് ഓഫർ ചെയ്യുന്നത്. ഇതൊക്കെ കൂടിയായിട്ടൊരു അടിപൊളി ചോയ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഡിസൈൻ വൈസ് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ ഡിസൈൻ ഒന്ന് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആയി വരുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ടും ഡ്രൈവിംഗ് സുഖവും ആ ഒരു ഡീസൽ എഞ്ചിൻ്റെ മൈലേജും ടോർക്കും പെർഫോമൻസും ഒക്കെ കൂടി ആസ്വദിക്കാൻ തീർച്ചയായിട്ടും ഇതൊരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കിയയുടെ കാര്യത്തിൽ സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറാണ്, സെഗ്മെന്റ് ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് ആണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അവരവരുടെ മോഡൽസ് അതുപോലെ തന്നെ ഇന്ത്യയിലോട്ട് അവതരിപ്പിക്കത്തുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമ്പറിൽ ഒന്ന് വിളിക്കുക, ഒന്ന് ജസ്റ്റ് ഒരു ഡ്രൈവ് എടുത്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇത്രയുള്ള ഇതിൻ്റെ റിയർ സൈഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഏറ്റവും പുതിയ കിയ സിറോസ് ഡീസൽ മാനുവൽ ഓപ്ഷനാണ് നമ്മൾ ഓടിക്കുന്നത്, അതും ബേസ് ഓപ്ഷൻ. ബേസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, XTK ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഈ ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, ആ ഒരു ഗ്ലാസ് ഏരിയ, അതിൻ്റെ വിസിബിലിറ്റി ഒക്കെയാണ്. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വളരെ ലൈറ്റാണ്, നല്ല ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. നമ്മൾ സെൽട്ടോസിലും സോണറ്റിലൊക്കെ കണ്ട അതേ സെയിം CRDA എഞ്ചിൻ നമ്മുടെ വെന്യൂവിലും ക്രെറ്റയിലൊക്കെ വരുന്ന അതേ സെയിം എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഡൗട്ടും വേണ്ട, ഓടിച്ച് നോക്കേണ്ട കാര്യം പോലും ഇല്ല. പിന്നെ ഈ ഒരു സീറ്റിംഗിലിരുന്ന് ഓടിക്കുമ്പോഴുള്ള ഫീല് വേറെയാണ്. ഇതാണ് ഇവൻ്റെ പെർഫോമൻസ്. ആ ഒരു ഡീസൽ എഞ്ചിൻ്റെതായ ആ ഒരു എയറോ ഡൈനാമിക്കാണ് പക്ക. അതുകൊണ്ട് തന്നെ 0 to 100 നിസ്സാര സെക്കൻഡ് കൊണ്ടാകും. വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഒരു രക്ഷയില്ല. പിന്നെ ആ ഒരു സസ്പെൻഷൻ, അതിൻ്റെ ഒരു ക്വാളിറ്റി, ഞങ്ങൾ വളരെ മോശപ്പെട്ട ഗട്ടർ റോഡെ കൂടി ഓടിച്ചിട്ട് പോലും ആ ഓരോ ഗട്ടറും അബ്സോർവ് ചെയ്യുന്ന ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു രീതി, അതൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ ഇതിൻ്റെ ലോഞ്ചിന് പോയ സമയത്ത് ജസ്റ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാറ്, സെഗ്മെന്റ് ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ കണ്ടുള്ളൂ, നമ്മൾ ജസ്റ്റ് ഒന്ന് തള്ളി വിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വരട്ടെ. കാരണം കോമ്പാക്ട് SUV പലതുണ്ടെങ്കിലും ഡീസൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഡീസൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നല്ലൊരു ട്രാൻസ്മിഷൻ പലരും കൊടുക്കാറായിട്ടില്ല. നിലവിലുണ്ടായിരുന്ന സോണറ്റിനാണ് നല്ലൊരു ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നത് ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ. പക്ഷേ സോണറ്റിൽ ഞാൻ കണ്ട പ്രശ്നം ഇന്റീരിയർ, പുറമേ കാണുന്ന ആ ഗാംഭീര്യം ഒന്നും ഇന്റീരിയർ കയറുമ്പോൾ ഇല്ല. കാരണം സ്പേഷ്യസ് അല്ല ഒട്ടും. ആ ഒരു വിട്ടൊന്നും ആ ഒരു 4 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഇന്റീരിയറാണ് കുറെ കൂടി ബെറ്റർ ആയത്. കാരണം ഭയങ്കര സ്പേഷ്യസ്. ഈ ഒരു sub 4 മീറ്റർ വണ്ടിയിൽ എങ്ങനെ ഇത്ര സ്പേസ് കമ്പനി കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ആ ഒരു ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. തീർച്ചയായിട്ടും
ഒരു രക്ഷയില്ല. ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്യൂവൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവ മുന്നിൽ തന്നെയാണെന്നാണ് പറയേണ്ടത്. ഉണ്ടാവും ഓവർടേക്കണം എന്നൊക്കെ വിചാരിച്ച വാഹനം ബുക്ക് എടുത്ത് വെച്ച പോലെ കയറും. അത്രയും കിടിലമായിട്ട് തന്നെ വാഹനം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഓടിച്ച കാര്യത്തിലും വളരെ മാനുവറബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാം. വളരെ കോമ്പാക്ട് സൈസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ മോശം പറയാനില്ല. നല്ല പെർഫോമൻസ് ആണ്, നല്ല വിസിബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓടി തെളിഞ്ഞൊരു എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ റിലയബിലിറ്റിയുടെയും സർവീസിൻ്റെയും ഫ്യൂവൽ എഫിഷ്യൻസിൻ്റെയും കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി ഓട്ടോമാറ്റിക്കിലോട്ട് പോവുക. കാരണം ഇനിയുള്ള കാലം ഓട്ടോമാറ്റിക്കിൻ്റെയാണ്. എനിക്ക് ബഡ്ജറ്റ് കുറവാണ്, മാനുവൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ മാനുവൽ എടുത്താലും തെറ്റില്ല. കാരണം വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ലേഡീസിനും പറ്റിയൊരു മോഡൽ തന്നെയാണ് ഏറ്റവും പുതിയ കിയ സിറോസ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ കിയ സിറോസിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വളരെ മികച്ചൊരു വാഹനമാണ് ഏറ്റവും പുതിയ കിയ സിറോസ്. അപ്പം നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് പലതും നമ്മൾ ഷൂട്ട് ലൊക്കേഷൻ മാറ്റി. കാരണം ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് സമാധാനമായിട്ട് പോയി വീഡിയോ എടുക്കാൻ ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ ആലപ്പുഴ നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം നല്ല സൈലൻ്റായിട്ടുള്ള ഏരിയ കൊണ്ടുപോയിട്ട് നല്ലൊരു ലൊക്കേഷനും എല്ലാം കൂടി തികഞ്ഞ് വരത്തില്ല. അങ്ങനെ എല്ലാം കൂടി തികഞ്ഞ് വന്ന് നല്ല സൺസെറ്റൊക്കെ ആസ്വദിച്ച് കിടിലം ഒരു ബീച്ച് സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പല വാഹനങ്ങളുടെ റിവ്യൂ എടുത്തിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഇത് പലരും പല റീലും ചെയ്ത് ഇത് ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹിഡൻ സ്പോട്ടാണ്, കിടിലമാണെന്നൊക്കെ പറഞ്ഞു. നമ്മളെപ്പോലുള്ളവരുടെ കഞ്ഞൂടി മുട്ടിയാണ്. നമ്മളിവിടെ വരുമ്പോൾ 100 കണക്കിന് വണ്ടിയാണ് ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് നമുക്ക് എടുക്കാൻ. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ലൈറ്റ് പോകും. അപ്പോൾ ഇത്രയധികം വെല്ലുവിളി ഞാൻ നേരിടുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇവിടെ വന്ന് റീൽ വല്ലതും എടുക്കാൻ പ്ലാനുണ്ട്, ഉറപ്പായിട്ടും മണ്ണ് വരി തന്നെ അറിയും. അപ്പോൾ